ദീപമുണ്ടെങ്കിൽ നിഴലുവരും, ജീവിതമുണ്ടെങ്കിൽ മരണം വരും. പാതി വഴി ചെന്നാലും പടച്ചോൻ വിളിക്കുമ്പോൾ പോയേ തീരൂ, മനുഷ്യൻ പോയേ തീരൂ. ദീപമുണ്ടെങ്കിൽ നിഴലുവരും, ജീവിതമുണ്ടെങ്കിൽ മരണം വരും. കദനപ്പുകയുടെ കരി പുരണ്ടോരെ, കരയാൻ പിറന്നോരേ, കദനപ്പുകയുടെ കരി പുരണ്ടോരെ, കരയാൻ പിറന്നോരേ, ആശതൻ നീർക്കയത്തിൽ വലയെറിയാനായി അലയും തോറും അഴലുകൾ കൂടുകയല്ലേ. യാ റബ്ബിൽ ആലമീൻ. ദീപമുണ്ടെങ്കിൽ നിഴലുവരും, ജീവിതമുണ്ടെങ്കിൽ മരണം വരും. കണ്ണീരും പുഞ്ചിരിയും കബറിന്റെ മുൻപിൽ കരിങ്കൽ ശില്പങ്ങളല്ലോ. കണ്ണീരും പുഞ്ചിരിയും കബറിന്റെ മുൻപിൽ കരിങ്കൽ ശില്പങ്ങളല്ലോ. തമ്മിലടുക്കാത്ത പാളങ്ങളെ മനസ്സിലെത്തിയായി മാറും ദുഃഖം മനുഷ്യനും നിങ്ങൾക്കുമൊന്നല്ലോ. യാ റബ്ബിൽ ആലമീൻ. ദീപമുണ്ടെങ്കിൽ നിഴലുവരും, ജീവിതമുണ്ടെങ്കിൽ മരണം വരും. പാതി വഴി ചെന്നാലും പടച്ചോൻ വിളിക്കുമ്പോൾ പോയേ തീരൂ, മനുഷ്യൻ പോയേ തീരൂ, പോയേ തീരൂ, മനുഷ്യൻ പോയേ തീരൂ. ഡാനിയൽ സാഹിബിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയവന്മാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടോ? വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ദൈവം ഒരിക്കലും വിടില്ല സാറേ. സാഹിബ് നിരപരാധിയാണെന്ന് കോടതി തെളിഞ്ഞു. സസ്പെൻഷൻ കാലത്ത് ശമ്പളം വാങ്ങുവാനും ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും ഉത്തരവ് വന്നു. പക്ഷെ എന്ത് ചെയ്യാം, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. മോളെ, അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. മോൾ വിടുന്നോളൂ. വേണ്ട മോളെ, അവരാരും നല്ലവരല്ല. മോക്ക് അച്ഛൻ റൊട്ടിയും പാലും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടേ. വൈകുന്നേരം വരുമ്പം ചോക്ലേറ്റ് മുട്ടായി എല്ലാം കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് സിനിമ കാണാനും വാ. അച്ഛൻ മോളിൽ പുറത്തുനിന്ന് പൂട്ടിച്ചാ പോകുന്നത്. മോളിവിടെ കിടന്നോളൂ.
ഇപ്പോഴത് പറയാവുന്നവൻ എന്താ ശരിയാണ്. എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നോക്കാം. മോനെ മോളെ, അമ്മ വിചാരിച്ച് മോള് വരില്ലെന്ന്. അമ്മേ, അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ ജനവരി ഇറങ്ങി അച്ഛൻ കാണാതെ ഓടിപ്പോന്നു. പൊന്നു മോളെ, പെറ്റ തള്ളേന്റെ അടുത്ത് ഞമ്മള് കുഞ്ഞിനെ കൊണ്ട് വിട്ടതിന് നീ ഞമ്മളെ തല്ലി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? രാഘവ, പാതാളത്തിൽ കൊണ്ട് അടച്ചിട്ടാലും പെറ്റ തള്ളേന്റെ അടുത്ത് കുഞ്ഞു പോകും. അതാണ് മുലപ്പാലിന്റെ വലിപ്പം. അച്ഛനെ, സായിപ്പിന്റെ മോള് ബാലന്റെ വീട്ടിലുണ്ട്. ഇന്ന് അവൾ അവിടെ നിന്ന് പൊക്കണം. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ശില്പന്തികൾ 3-4 പേരെ വിളിച്ച് ആ മാന്തോപ്പിന്റെ അടുത്ത് വന്നേക്കാം. എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ ബാലേട്ടൻ എന്നെ നിർബന്ധിക്കുന്നു. പക്ഷേ ആ പടിക്കൽ ഞാൻ പോവില്ല. വേറെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വരും. നീയോ? അതേടി, ഞാൻ തന്നെ. നീ ഇവിടെ വന്ന് പറ്റിയോ? നിനക്ക് എന്ത് വേണം? നിന്നെ കൊണ്ട് എനിക്കൊരു പുല്ലും വേണ്ട. ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോകാനാണ്. ചേച്ചി, ഏത് ചേച്ചി ഉണ്ടെങ്കിലും നിന്നെയും കൊണ്ട ഞാൻ പോകും. ചേച്ചി, നീ പേടിക്കാതെ ഡേസി. എന്റെ ജീവനുള്ളപ്പോ നിന്നെ ഒരുത്തനും കൊണ്ടുപോകില്ല. ഭാസ്കരൻ നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. മാറി നിൽക്ക്. ചേച്ചി, തൊട്ടുപോകരുത്. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ നിന്റെ ശവം അവിടെ വീഴും. നീ അവളെ വിട്ടുതരില്ലല്ലേ? ഇല്ലടാ. എന്നാൽ ഞാനിരിക്കുന്ന സ്ഥലത്ത്